വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫ്രോക്കാണ്. ഈ മോഡലിലെ ഒരു ഫ്രോക്കാണ് നമ്മൾ റെഫറൻസ് പിക്കിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാൻ 3.5 മീറ്ററാണ് മെയിൻ ഫാബ്രിക് എടുത്തേക്കുന്നത്. അതേപോലെ ലൈനിങ് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. 46 ഇഞ്ച് വീതിയുടെ തുണിയാണ് കേട്ടോ. തുണി അപ്പോൾ ഞാൻ 4ആയി മടക്കിയിട്ടു. 34 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാവേ. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ 7.5 മാർക്ക് ചെയ്തു. താഴോട്ട് 6 ഇഞ്ചാണ് ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ 14 മുകളിലത്തെ പോർഷൻ കൊടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ 8.75 തയ്യൽ തുമ്പും കൊടുത്തു. പിന്നെ താഴത്തെ പോർഷനിൽ 7.75 കൊടുത്തത്. തയ്യൽ തുമ്പ് ജോയിൻ ചെയ്തെടുത്തു. ആം ഹോളൊന്ന് ജസ്റ്റ് ചരിച്ച് വരച്ചു കൊടുത്തേ. ലൈനിങ്ങിൽ കട്ട് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ അത്രയ്ക്ക് കടന്ന് ചിന്തിച്ചില്ല, അതാണ് കേട്ടോ. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തേ. സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുത്തു. ഇനി ലൈനിങ്ങിലും ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങും 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്തെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 14 ആക്ച്വൽ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പൊക്കെ കൂട്ടി 16 ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് താഴത്തെ പോർഷൻ വേണ്ടി കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ തുണി 6ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. 4ആയിട്ട് മടക്കാൻ നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ മടക്കിയിട്ടു. 32 ലെങ്ത്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 33 ഞാൻ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. എൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 46 കേട്ടോ. അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തു. പിന്നെ ലൈനിങ്ങിൽ ഇതേ രീതിയിൽ ലൈനിങ്ങും ഇതേ രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് മടക്കിയിട്ടിട്ട് ഒരു 30 കേട്ടോ ലൈനിങ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് കുറച്ച് ഇതിനെയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് നമുക്ക് ടോട്ടൽ 10 വേണ്ടത്. പിന്നെ പഫിൻ്റെ പോർഷനും പിന്നെ താഴെ പട്ടയുടെ പോർഷനും. അപ്പോൾ 9 ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. പിന്നൊരു 5 ഇഞ്ചിന് പഫ് കൊടുക്കാനും 1.5 ഇഞ്ച് മേപ്പോട്ട് പൊക്കിയെടുത്ത് പഫ് ഒന്ന് പൊങ്ങി നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കൈ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. സ്ലീവ് താഴെയും നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ഇതേ രീതിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവേ. താഴെ 5 കേട്ടോ, എനിക്ക് 10 അളവ്. അപ്പോൾ 5 പിന്നെ തയ്യൽ തുമ്പും കൊടുത്തു. ഈ 5 നമ്മൾ മുകളിലോട്ട് 5 ഇഞ്ച് പഫ് കൊടുത്തില്ല, അതിനാണ് നമ്മൾ ചുരുക്കിയെടുക്കാൻ പോകുന്നത്. പിന്നെ താഴത്തെ പട്ട ഇതേപോലെ മടക്കിയിട്ട് 5 ഇഞ്ചിനാണ് പട്ട അപ്പുറവും ഇപ്പുറവും മടക്കി അടിച്ചിട്ട് നമുക്ക് അല്പം ലെങ്തിൽ തന്നെ വീതിയിൽ തന്നെ പട്ട എടുക്കണം, എന്നാലേ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ ഫ്രോക്കിന്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രോക്കല്ലേ പുറകിൽ കെട്ടാനായിട്ടുള്ളൊരു വള്ളിയും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിത് കട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാൻവാസിൽ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2ആയിട്ട് മടക്കിയിട്ട് 3.5 ഞാൻ വീതി കൊടുക്കുന്ന നെക്കിന്. താഴോട്ട് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 5.5 മതി. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ പോവും. പിന്നൊരു സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം.
ഇതാ ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് നെക്ക് ഞാൻ റൗണ്ടാണ് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഇറക്കമാണോ വേണ്ടത് അത്രത്തോളം നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് വരച്ചെടുത്താൽ മതി. ബാക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് നെക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ഭാഗമാണ് കേട്ടോ, മുകളിൽ ഇരിക്കുന്ന ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം. ഇനി നമുക്ക് ആ ക്യാൻവാസ് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാം. സെക്യൂർ ചെയ്യാൻ പിന്നെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മാക്സിമം സ്പീഡ് കുറച്ചാണ് ഞാൻ ചെയ്യുന്നത്. അത് 2 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ സ്പീഡ് കുറച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ചിൽ നിന്നും വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാമേ. സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊണ്ടാൽ ഫാബ്രിക്കിൽ നിന്നും ഫാബ്രിക് വിട്ടുപോകും, ഒട്ടും പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ചിൽ കൊണ്ടുപോയ എൻ്റേത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ സ്റ്റിച്ചിട്ട് എടുക്കുവാണ്. ഇനി നമുക്ക് ലൈനിങ് നീക്കി വെച്ച് ലൈനിങ്ങിൽ കൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. ലൈനിങ്ങിൽ കൂടാണ് കേട്ടോ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക്കിൽ ഈ സ്റ്റിച്ച് കൊള്ളുകയില്ല. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങിൻ്റെ സെൻട്രിൽ കൂടാണ് ഈ പതിച്ചുള്ള സ്റ്റിച്ച് പോകേണ്ടത്. ഇനി ലൈനിങ് മറിച്ചിട്ടിട്ട് മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ തുമ്പത്തൂടെ ഇതേപോലെ. ഇനി നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഇടുന്ന് 3 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുത്ത് ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് വശവും കൂടെ ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടാണ്. ഇനി ബാക്ക് സൈഡ് കൂടെ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണോ നെക്ക് ഡിസൈൻ ചെയ്യേണ്ട ആ രീതി ഡിസൈൻ ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ റൗണ്ടിലാണ് ചെയ്തെടുത്തത്. ഇതാ ബാക്കും ഫ്രണ്ടും. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് കൊടുത്താണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അതായത് ഇതേ രീതിയിൽ ഒരു 2 സ്റ്റിച്ച് നന്നായി കൊടുക്കുക. ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും. ഒരു 2-3 ലോക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് സൈഡിലാണ് കേട്ടോ സ്റ്റിച്ച് പോകുന്നത്, ഫ്രണ്ട് സൈഡിലല്ല, ബാക്ക് സൈഡിലെ. ഇനി ഇതിനെ 4ആയി മടക്കിയിടുവാണ്. മടക്കിയിട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് റീമാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 6ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ 15ലാണ് ഇപ്പോൾ താഴത്തെ ലൈൻ പോയത്. ജസ്റ്റ് 8.75 അവിടെ നിന്ന് 1 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അനാവശ്യ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കാവേ. അതിന് ബാക്ക് സൈഡിനെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒരു 5 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തേ. ഇനി ആ സ്റ്റിച്ചിനെ നമുക്ക് കട്ട് ചെയ്യാം. സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ബാലൻസ് വീഡിയോ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടി കാണാം. ബൈ.